അടുത്തിടെയായി നാടിനെ നടുക്കി പലവിധ ദുരന്തങ്ങളാണ് അരങ്ങേറിയത്. അതിൽ മനസ്സിൽ നൊമ്പരമായി നിൽക്കുന്ന ഒന്നാണ് വാൽപ്പാറയിലെ അപകടവും മരണവും. ആ ദുരന്തത്തെക്കുറിച്ച് വളരെ മുമ്പ് പ്രവചിച്ച RV മായയും ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. മായ മുൻകൂട്ടി കണ്ട പല ദുരന്തങ്ങളും ഇതോടെ കൂടുതൽ ചർച്ചയാകുകയാണ്. മായയുടെ പാരാനോർമൽ ഇൻവെസ്റ്റിഗേഷൻ പലരെയും അത്ഭുതപ്പെടുത്തുന്നുമുണ്ട്. എന്താണ് ഇതിലെ യാഥാർത്ഥ്യം? മായ തന്നെയാണ് നമുക്കൊപ്പം അതിഥിയായി ചേരുന്നത്. നമസ്കാരം മായ, ന്യൂസ് 18ലേക്ക് സ്വാഗതം. നമസ്കാരം. മായ, ഞാൻ അടുത്തിടെ അയ്യർ ദ ഗ്രേറ്റ് എന്ന സിനിമ കാണേണ്ടായി. യൂട്യൂബിൽ അതിന്റെ കമന്റ് സെക്ഷൻ നോക്കുമ്പോഴേക്കും മായയുടെ അഭിമുഖം കണ്ട് എത്തിയവർ ആരൊക്കെ എന്നുള്ളതാണ് അതിന്റെ ടോപ്പ് കമന്റ്സ് ആയിട്ട് നിൽക്കുന്നത്. സിനിമയിലൂടെ മാത്രം കണ്ടിട്ടുള്ള, എന്നാൽ അങ്ങനെ ചില കഥകൾ മാത്രം കേട്ടിട്ടുള്ള ഈ സംഭവങ്ങൾ മായ മുൻകൂട്ടി പ്രവചിക്കുന്നു എന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ ഇതിന്റെ തുടക്കം എങ്ങനെയാണ്, എവിടെ നിന്നുകൊണ്ടാണ് ഇങ്ങനൊരു സ്പാർക്ക് കിട്ടുന്നത് ഇതുമായി ബന്ധപ്പെട്ട്? ഇത് ചെറുപ്പം തൊട്ടേ എനിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു. പക്ഷെ അത് കഴിവാണെന്ന് നമുക്ക് ചെറുപ്പത്തിൽ അറിയത്തില്ല. പിന്നെ ഒന്ന് മുതിർന്ന് സൈക്കോളജി ഒക്കെ പഠിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു കഴിവുണ്ട് നമുക്ക്. ഈ ഒരു പ്രീ കൊഗ്നിഷൻ, അതേപോലെ തന്നെ ടെലിപ്പതി, അതേപോലെ തന്നെ ഇൻഡ്യൂഷൻ ഒക്കെ ഒരു പ്രത്യേക കഴിവാണ്. അതൊരു സൈക്കോളജിക്കൽ ഒരു എബിലിറ്റിയാണ്. അല്ലെങ്കിൽ അത് മനുഷ്യന് അല്ലെങ്കിൽ ലക്ഷത്തിലൊരാൾക്കോ അല്ലെങ്കിൽ കുറച്ച് പേർക്കോ മാത്രം കിട്ടുന്ന കുറച്ച് കഴിവുകളാണെന്ന് ഞാനത് തിരിച്ചറിഞ്ഞത്. നേരത്തെ നമുക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ പണ്ടുള്ള തലമുറ പറയുന്നത് കരുനാക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷെ അതൊരു കഴിവാണ്, നമുക്ക് ഭാവി പറയാൻ പറ്റും. അതേപോലെ തന്നെ വർത്തമാനകാലത്തിൽ നടക്കുന്നത് അല്ലെങ്കിൽ ഭൂതകാലത്തിലുള്ളതൊക്കെ നമുക്ക് പറയാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു കഴിവ് തന്നെയാണ്. പക്ഷെ ആ കഴിവ് നമ്മളെ എന്തോരം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ അത് വിശ്വസിക്കാത്ത ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന്റെ ഇടയ്ക്കുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം എനിക്കൊരു 16-17 വയസ്സ് തൊട്ടാണ് ഞാൻ ഇതിനെ കൂടുതലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അത് ഞാൻ പറയുന്ന ഒരു ഒട്ടുമിക്ക കാര്യങ്ങളും അത് കറക്റ്റ് ആവുന്നുണ്ട്, അതങ്ങനെ ആകുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ ഞാനും ചിന്തിക്കാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ ഡിഗ്രിക്ക് BSc ബോട്ടണി ആയിരുന്നിട്ട് എനിക്ക് പിന്നെ ഒരു സൈക്കോളജി പഠിക്കണം, MSW സോഷ്യൽ വർക്ക് ഒക്കെ പഠിക്കണം എന്നായിരുന്നു എന്റെ മൈൻഡിൽ. ഞാനൊരു സോഷ്യൽ വർക്ക് മെന്റാലിറ്റി ഉള്ള ഒരാളാണ്. അപ്പൊ ആ ഒരു രീതിയിൽ ആ ഒരു മേഖലയിലോട്ട് പോയപ്പോഴാണ് ഞാൻ കൂടുതൽ ഇങ്ങനെ ഒരു സംഭവം അത് കൃത്യമാണ്, അത് സയൻസ് ബേസിക് ആണെന്ന് മനസ്സിലാക്കുന്നതും ആ ഒരു കാര്യം കുറച്ചും കൂടി റിയലിസ്റ്റിക് ആണോ അല്ലയോ എന്നുള്ളത് കണ്ടെത്താൻ പോകുന്നതും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത്, പഠിക്കുന്നത് ആ ഒരു മേഖലയിലോട്ട് ഞാൻ കടന്നു വന്നത് പോലും. മായ, ഇപ്പോൾ ഓരോ ഇതുപോലുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത് ആളുകളിലേക്ക് എത്തിക്കുന്ന സമയത്ത്, ഞാനിത് പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ പോലും ആദ്യം ഇതിന്റെ റിസപ്ഷൻ എങ്ങനെയായിരുന്നു? ഇത് തട്ടിപ്പാണ് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവും. അത് കഴിഞ്ഞിട്ട് അയ്യോ, ആരും വിശ്വസിക്കത്തില്ലായിരുന്നു ആദ്യം. ഇല്ല മായ, പറഞ്ഞോളൂ. പറഞ്ഞോളൂ. അല്ല, ആരും വിശ്വസിക്കത്തില്ലായിരുന്നു. ഞാനിത് പണ്ട് എന്റെ വീട്ടിലിരുന്ന് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ പോലും എന്റെ വീട്ടിലുള്ളവർ ഉൾപ്പെടെ പറയും, അവള് വട്ട് പറയുന്നു, അല്ലെങ്കിൽ അവൾ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം പറയുന്നു, അവള് കുറെ പുസ്തകങ്ങളൊക്കെ പണ്ട് വായിക്കുമായിരുന്നു, ഞാനൊരു പുസ്തകപ്പുഴുവായിരുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ പറയുന്നതാണ് വീട്ടുകാർ വിചാരിച്ചിരുന്നത്. പിന്നെ ഞാൻ ഇങ്ങനെ സൈക്കോളജി ഒക്കെ പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി കൗൺസിലിങ്ങും കാര്യങ്ങളും സൈക്കോളജിക്ക് പരമായിരിക്കും അവൾ പറയുന്നത്, അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാകും എന്നുള്ള രീതിയിൽ വീട്ടുകാരുൾപ്പെടെ പിന്നെ എന്റെ കൂട്ടുകാർ അക്സെപ്റ്റ് ചെയ്തു തുടങ്ങി. പണ്ട് ഇത് കൂട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരോർക്കും ഇതവള് ചുമ്മാ പറയുന്നതാണ് എന്ന് വിചാരിക്കും. കാരണം നമ്മളൊന്നും ആ സമയത്തൊന്നും ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നടന്നോ ഇല്ലയോ എന്നൊന്നും അങ്ങനെ ആരും നോക്കുന്നില്ലായിരുന്നു. പക്ഷെ പിന്നീട് ആൾക്കാരിലോട്ട് ഇത് ഞാൻ എന്റെ കൂട്ടുകാരിലോട്ട് കൂടുതലായപ്പം കൂട്ടുകാർ പറഞ്ഞു പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, അവരും ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പിന്നെ ഒരു അക്സെപ്റ്റൻസ് വന്നത്. അതുവരെ ഒരു അക്സെപ്റ്റൻസ് ഇല്ലായിരുന്നു. പിന്നെ എന്റെ ലൈഫിൽ വലിയൊരു ട്രാജഡി നടന്നത് പോലും എനിക്ക് മുൻകൂട്ടി കാണാൻ പറ്റി. ഞാനത് പറഞ്ഞിട്ട് അദ്ദേഹം പോലും വിശ്വസിച്ചിട്ടില്ലായിരുന്നു. അതിനുശേഷമാണ് പല ആൾക്കാരും പിന്നീട് വിശ്വസിക്കാൻ തുടങ്ങിയത്. ഈവൻ എന്റെ സെൽഫ് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, മറ്റുള്ള എന്റെ വീട്ടിലുള്ളവർക്കോ കുടുംബക്കാർക്കോ ഉൾപ്പെടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ പറയുമ്പോഴും അത് നടക്കുന്നത് പിന്നീടാണ് എല്ലാവരും മനസ്സിലാക്കാനും അത് അക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ തുടങ്ങിയത്. പിന്നീട് എന്റെ വീട്ടിലുള്ളവർ പറയും, നീ അധികം പറയണ്ട, പറയുമ്പം ചിലപ്പോൾ ആൾക്കാർക്ക് അത് ദഹിക്കത്തില്ല, അവർ നിന്നെ ക്രിട്ടിസൈസ് ചെയ്യും, അല്ലെങ്കിൽ ഒരുപാട് ഇത് പറയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഞാൻ പറയും, നമ്മളത് പറയുമ്പം കുറച്ചും കൂടെ ആൾക്കാർ അത് അവെയർ ചെയ്യുവാണെങ്കിൽ, കുറെ കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെ ആ അപകടങ്ങളിൽ നിന്ന് അവരും ഒന്ന് കരുതിയിരിക്കും മുൻകൂട്ടി. അതേപോലെ തന്നെ ആ അപകടം ഒഴിവാക്കാനോ അല്ലെങ്കിൽ അതിന്റെ തീവ്രത കുറയ്ക്കാനോ പറ്റും. അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് പിന്നോട്ടില്ല, കുറെ കൂടെ എനിക്ക് അതിലോട്ട് വരണം അല്ലെങ്കിൽ കുറെ കൂടി പഠിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ആ ഒരു മേഖലയെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തത്. അങ്ങനെയാണ് എന്തെങ്കിലും ഒരു അക്സെപ്റ്റൻസിലോട്ട് വന്നത്. വെറുതെ ഒരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, അടുത്ത എന്തെങ്കിലും പ്രവചിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുകയാണോ, അല്ലെങ്കിൽ മറ്റൊരു ദുരന്തം എന്തെങ്കിലും ആയിട്ട് കാണുന്നുണ്ടോ ഉള്ളിൽ? അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത വല്ലതും? അടുത്തൊരു ദുരന്തമായിട്ട് ഞാൻ ഇപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞത് രണ്ടെണ്ണം. ഒന്ന് ആ ഒരു ബസ്സിന്റെ അപകടം, നമ്മുടെ നാട്ടിലല്ലാത്ത നടക്കുന്നൊരു ബസ് അപകടം. അതേപോലെ തന്നെ
പിന്നുള്ളത് ആതിരപ്പള്ളി പോലുള്ള വലിയൊരു ഒന്നിൽ ആതിരപ്പള്ളിയാക്കാം, നമുക്ക് ഏറ്റവും ഉയരത്തിലുള്ളത് ആതിരപ്പള്ളിയാണ്. അതുപോലെ വലിയ ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്ന് മുകളിൽ നിന്ന് 3 കുട്ടികൾ വീഴുന്നതായിട്ടും അതിലൊരാൾ മരിക്കുന്നതായിട്ടുമാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഒരുപാട് പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ട്രിപ്പ് പോകണ്ടെന്നും പറഞ്ഞിട്ട് ഞാൻ മുടക്കുമല്ല, നിങ്ങൾ എല്ലാവരും ട്രിപ്പ് പോവുക, പക്ഷെ മാക്സിമം ശ്രദ്ധിക്കുക. വെള്ളച്ചാട്ടങ്ങളായിക്കോട്ടെ, പാറക്കൂട്ടങ്ങളായിക്കോട്ടെ, എവിടെയായാലും ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിന് മുന്നായിട്ടൊരു ഇത് കണ്ടത്, ഒരു വലിയൊരു വണ്ടി ട്രെയിനിന്റെ ഒരു ബോഗിയായിട്ടും കാണുന്നുണ്ട്, അതേസമയം തന്നെ നമ്മുടെ ഒരു ട്രക്കായിട്ടും കാണുന്നുണ്ട്. അത് ഞാൻ ആരും പേടിപ്പിക്കാനോ ഒന്നും പറയുന്നതല്ല. അത് നമ്മുടെ സേനയാണ് കാണുന്നത്. അത് പോലീസാകാം, ആർമി ആകാം, ആരായാലും വളരെ സങ്കടകരമുണ്ട്. എനിക്കിതെങ്ങനെ പറയണം എന്നൊന്നും എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ. അതും ഞാനൊരു ടെലിപ്പതിയായിട്ട് കണ്ടതാണ്. അവർ വരുന്ന ഒരു വാഹനം ഇതേപോലെ തന്നെ തീ പിടിക്കുന്നതായിട്ടോ, അതെങ്ങനെയാണ് തീ പിടിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ അത് തീ പിടിക്കുന്നതായിട്ടും അതൊരു ദുരന്തമായിട്ട് മാറുന്നതായിട്ടും കാണുന്നുണ്ട്. പക്ഷെ അതിലൊരു ചെറിയൊരു കുട്ടിയെയും കാണുന്നുണ്ട്. അതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെന്താ അങ്ങനെ കണ്ടേന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ ഈ വാൽപ്പാറ ദുരന്തം നടന്ന ആ ഒരു സമയത്ത് വന്നൊരു ടെലിപ്പതി ആയതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും നോക്കാനോ കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ ഒന്നും, കാരണം ഞാൻ ഭയങ്കര മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയിട്ടിരുന്ന സമയത്ത് കണ്ട ഒരു ടെലിപ്പതിയാണത്. ഭയങ്കരമായിട്ട് ഞാൻ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇരുന്നപ്പം കണ്ടതാണ്. അതിനും ചുമ്മാ കണ്ടതാണോ എന്താണെന്ന് അറിയത്തില്ല. കാരണം ഇതിന് മുൻപേ ഒക്കെ ഞാൻ ടെലിപ്പതി കണ്ട സമയത്തെല്ലാം എൻ്റെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് അല്ലായിരുന്നു. കണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കാര്യങ്ങൾ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇരുന്ന സമയത്ത് കിട്ടിയതാണ്. പിന്നെ സന്തോഷമായിട്ടുള്ള കാര്യങ്ങളും കാണുന്നുണ്ട്. സന്തോഷമായിട്ടുള്ള കാര്യം എന്തുകൊണ്ടാണ് പറയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പം ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് സന്തോഷമായിട്ട് കാണുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ലതായിട്ട് കാണുന്ന കാര്യങ്ങൾ അതാരോടെങ്കിലും പറഞ്ഞാൽ ആ കാര്യം നടക്കുന്നില്ല. അതേസമയം അതേപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ദുരന്തം എന്തെങ്കിലും കണ്ടാൽ, അല്ലെ അപകടങ്ങൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് കുറച്ച് പേരോടെങ്കിലും പറയുവാണെങ്കിൽ അതിന്റെ തീവ്രത കുറയുന്നുണ്ട്, ആൾക്കാർ ഒന്നുകൂടെ അവെയർ ആകുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ പൊതുവെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈവൻ സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കാണുന്നില്ല എന്നുള്ള ഒരുപാട് പേര് നെഗറ്റീവ് ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്, പക്ഷെ അത് പറയുമ്പോൾ അത് നടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, അങ്ങനെ കാണുന്നതും ഞാൻ എന്റെ വാട്സപ്പിൽ എവിടെയെങ്കിലും ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അത് നടക്കേണ്ട കാര്യമല്ലേ, നടന്നോട്ടെ, നമ്മളായിട്ട് അത് മുടക്കണ്ടല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പൊ ഒരു വെടിക്കെട്ട് ദുരന്തം നടന്നൊരു സാഹചര്യം ഉണ്ടല്ലോ, അത് അങ്ങനെ എന്തെങ്കിലും തോന്നലോ ചിന്തയോ ഉണ്ടായിരുന്നു? ഒന്നും കണ്ടില്ല. വെടിക്കെട്ട് ദുരന്തമായിട്ടല്ല ഞാൻ കണ്ടത്. ഇതിനു മുൻപൊരു നമ്മുടെ എറണാകുളത്ത് മറ്റേ വേസ്റ്റ് പ്ലാന്റിന് തീ പിടിച്ചായിരുന്നല്ലോ, ബ്രഹ്മപുരമോ. അപ്പൊ അവിടെ ഈ കണ്ട സമയത്ത് ഞാൻ അത് രണ്ടാമത് ടെലിപ്പതി നോക്കിയപ്പോ ഇതുപോലെ തീ തന്നെയാണ് കാരണമായിട്ട് കണ്ട് വലിയൊരു അപകടം നടക്കുന്നതെന്ന് കണ്ടായിരുന്നു. പക്ഷേ അത് എന്റെ കൂട്ടുകാര് പറഞ്ഞത് എന്താണ്, ചിലപ്പോ അത് ആ ട്രെയിനിൽ നടന്ന തീയായിട്ട് അങ്ങ് മാറിയതായിരിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.